ഹലോ. CSEB നമ്മുടെ ഈ വർഷം നടത്തിയ 2026 നടത്തിയ 1077/26 1078/26 ക്വസ്റ്റ്യൻസ്, അതായത് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, ലോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യനിലും കൂടി ലോൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30 എണ്ണമാണ് ഉള്ളത്. അതായത് 15 ക്വസ്റ്റ്യനാണ് ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലോൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 1077/26 വന്ന ലോൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 46ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്, അതായത് 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 45 വരെ ഉള്ളത് നമ്മുടെ കോർപ്പറേഷൻ എന്നാണ്. 46 മുതലാണ് നമ്മുടെ ലോ തുടങ്ങുന്നത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് PYQ നോക്കിക്കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഒരു എക്സാമിന് പോകുന്ന സമയത്ത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം PYQ എത്രത്തോളം നമുക്ക് നോക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. അത് എക്സാം പോലെ എഴുതി നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളിപ്പം വെറുതെ ഇരിക്കുന്നൊരു സമയത്തായാൽ പോലും അതിനകത്തുള്ള, അതായത് സബ്ജക്റ്റ് മാത്രമായാൽ പോലും PYQ മൊത്തം, അതായത് 70 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത്. ആ 70 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോകാം. 46ാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് റൂള് 43B ഓഫ് KCS റൂൾസ് 1969 സ്പെസിഫൈഡ് എബൌട്ട്. അപ്പം അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് റിസർവേഷൻ ഫോർ ഡെപ്പോസിറ്റ് മെമ്പർ, ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി സൊസൈറ്റി, ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്, റിസർവേഷൻ ഫോർ കോ ഓപ്റ്റഡ് മെമ്പേഴ്സ്. അപ്പം നമ്മുടെ ഈ റൂള് 43B എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ വേണ്ടത് ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്. ഇത് നമ്മുടെ 2023 അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു റൂളാണ് 43B എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 15 ദിവസം വരെ 15 ദിവസവും അതിൽ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസത്തിൽ കൂടുതൽ ഈ പ്രസിഡൻറ്റ് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് വൈസ് പ്രസിഡൻറ്റിനെയും, ഇനി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റ് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് ഒരു മെമ്പറെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എന്താ ചെയ്യുക, വർക്ക് കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഡേ ടു ഡേ വർക്ക്സൊക്കെ എന്തായി പോവും, പെൻഡിങ് ആയി പോവും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് 15 ദിവസത്തിൽ കൂടുതൽ ഈ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ചാർജ് വേറൊരാൾക്ക് കൊടുത്തിട്ട് പോകണം എന്ന് പറയുന്നൊരു റൂള് വന്നത്. അപ്പോൾ റൂള് 43B പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ്സ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ അപ്പെക്സ് സൊസൈറ്റി ആസ് പെർ റൂൾ 187 ഓഫ് KCS റൂൾ 1969 ഷാൽ ബി. അപ്പോൾ നമ്മൾ KCS റൂൾസിന് 187 റൂൾ എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റീസിലുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. നെക്സ്റ്റ്, ദ ലിക്വിഡേറ്റർ ഷാൽ ബി കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. അപ്പം ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എല്ലാം എത്ര നാളുകൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇതുവരെ ആൻസർ ഉണ്ടായിരുന്നത് 3 വർഷമാണ്. നമ്മുടെ 2023 അമെൻമെൻറ്റ് പ്രകാരം അതെന്താക്കിയിട്ടുണ്ട്, 2 വർഷത്തിനുള്ളിൽ എന്തെയിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്ട്രാർ ത്രൂ ഗവൺമെൻറ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം, റീസണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം 1 വർഷം വരെയാണ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 49ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദ ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് യൂണിയൻ ഷാൽ ബി. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് SSCUന്, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് എന്തായിരുന്നു, മാനേജിംഗ് കമ്മിറ്റിയായിട്ട് ഇലക്ഷൻ എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവരുടെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് ആരായിരുന്നു, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നില്ല. അപ്പം നമ്മുടെ ഇപ്പോൾ അമെൻമെൻറ്റ് പ്രകാരം എന്ത് വന്നു, ഈ ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടത്തുന്നത് ഇപ്പോൾ അമെൻമെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതിന് കൃത്യമായി റൂള് 35 പ്രകാരം ഫീസ് അടക്കേണ്ടതുണ്ട്. അത് 7500 രൂപയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ നോമിനേറ്റഡ് കമ്മിറ്റി മെമ്പർ ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി മേ ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ ടു ദി. അപ്പം നമ്മുടെ നോമിനേറ്റ് ചെയ്ത് വരുന്ന മെമ്പർ, അപ്പെക്സ് സൊസൈറ്റിയിൽ നോമിനേറ്റ് ചെയ്ത് വരുന്ന മെമ്പേഴ്സ് ഉണ്ടാവും. അവർ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ആ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റീൻ്റെ പ്രസിഡൻറ്റിനായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഇപ്പം കേരള ബാങ്കിൽ നോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗവൺമെൻറ് നോമിനി ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ് നോമിനി റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് പ്രസിഡൻറ്റിനായിരിക്കണം. പക്ഷേ ആ പ്രസിഡൻറ്റിന് അത് കിട്ടിക്കഴിഞ്ഞാലും അത് ആര് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം, അതിൻ്റെ മുകളിൽ തീരുമാനം ആരെടുത്തിരിക്കണം, ഗവൺമെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നോമിനേറ്റ് ചെയ്ത് വരുന്ന മെമ്പർ എന്ന് പറയുന്നത് ഗവൺമെൻറ് നോമിനിയൊക്കെ ആകുന്ന സമയത്ത് അത് ഗവൺമെൻറ്റാണ് അതിൻ്റെ മുകളിൽ, അതായത് നോമിനേറ്റ് ചെയ്ത അതോറിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്, നമ്മുടെ പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത്, പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേഷ് ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് വിത്ത് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. അതായത് സൊസൈറ്റീസ് ബുക്ക്, അതായത് പ്രൂഫ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ഏത് KCS ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് സെക്ഷൻ 103, അതായത് സെക്ഷൻ 103 പ്രകാരമാണ് എന്താണ് നമ്മുടെ സൊസൈറ്റീൻ്റെ ബുക്സ് ഒക്കെ പ്രൂഫാണ്, എവിഡൻസ് ആണ് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്ഷൻ 102, അതായത് സെക്ഷൻ 102 എന്താണ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സാണ്. സെക്ഷൻ 103 ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ഉള്ളതാണ്. ബുക്സ് നമ്മളെ പ്രൂഫായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 104 എന്ന് പറയുന്നത് എന്താണ്, സർവീസ് ഓഫ് നോട്ടീസാണ്. അതേപോലെ സെക്ഷൻ 105 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആക്ട്സ് ഓഫ് സൊസൈറ്റീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ഓപ്ഷൻസ് എല്ലാ ഇതും, അതായത് നമ്മുടെ ABCD ഈ 4 ഓപ്ഷൻസും നമ്മൾ നോക്കിയിട്ട്, അതായത് അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം പോകേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ പഠിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഓപ്ഷൻസും കൂടി മാക്സിമം നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി പഠിക്കാനുള്ളത് ശ്രമിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സൊസൈറ്റി പർച്ചേസസ് മെറ്റീരിയൽ ഇൻ ബൾക്ക് ആൻഡ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ എമംഗ് മെമ്പേഴ്സ് വിത്തൗട്ട് പൂളിംഗ് ദർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് സൊസൈറ്റി എന്ത് ചെയ്യും, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും ബൾക്കായിട്ട്, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മെമ്പേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് അത് അവരെ ഇത് കൾട്ടിവേഷൻ മെത്തേഡ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൾക്കായിട്ട് ഈ മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, മെമ്പേഴ്സ് വിത്തൗട്ട് പൂളിംഗ് ദ ലാൻഡ്സ്, അവരെ ലാൻഡ് അവരെന്ത് ചെയ്യുന്നില്ല, പൂൾ ചെയ്യുന്നില്ല. അതായത് പൂൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആരും ഒരുമിച്ചാക്കുന്നില്ല. അപ്പം അങ്ങനെ പൂൾ ചെയ്യാണ്ട് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതിനകത്താണ് ചെയ്യുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ വരേണ്ടത് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയാണ്. ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സിന് മാക്സിമം സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഇനി ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂൾ ചെയ്യും. അതായത് ഇപ്പം ഒരു 5 ആൾക്കാരുണ്ട്, 5 ആൾക്കും കുറച്ച് അതായത് 10 സെൻറ്റ് വെച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും, അത് അടുത്തടുത്ത സ്ഥലമാണെങ്കിൽ അവരത് ഒരുമിച്ചാക്കും. അങ്ങനെ ഒരുമിച്ചാക്കി അവർ അതിനകത്ത് ഇത് ചെയ്യും, കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്ത് അതിനകത്ത് ചെയ്യും. പക്ഷെ അതിന് വേണ്ട സഹായങ്ങളൊക്കെ ആര് കൊടുക്കും, നമ്മുടെ ബാങ്ക് സൊസൈറ്റി സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ പൂൾ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, എത്രയാണോ ഓരോരുത്തർക്കുമുള്ള സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓണർഷിപ്പ് ഡിവിഡൻഡ്, അതായത് അതിനകത്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എത്രയാണോ സ്പേസ്, അതായത് ആർക്കാണോ കൂടുതൽ സ്ഥലമുള്ളത് അയാൾക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും. അപ്പം മറ്റേ ബെറ്റർ ഫാമിനകത്ത് നമ്മുടെ പാട്രോണേജ് ഡിവിഡൻറ്റും ജോയിൻറ്റ് ഫാമിങ്ങിനകത്ത് ഓണർഷിപ്പ് ഡിവിഡൻറ്റും ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യും, ഏതേലും അതായത് നമ്മുടെ മലയാളത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറയും. അതായത് നമ്മുടെ സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് റെൻറ്റിന് അതായത് ലീസിന് കൊടുക്കും. ആ കൊടുക്കുന്നതാണ് ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി. അപ്പം സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പം സൊസൈറ്റീൻ്റെതാവാം, അല്ലെങ്കിൽ സൊസൈറ്റി വേറെ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് നിന്ന് വാടകയ്ക്ക് എടുത്തതാവാം. അത് മെമ്പേഴ്സിന് എന്ത് ചെയ്യും, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കും, വാടകയ്ക്ക് അങ്ങ് കൊടുക്കും. അപ്പോൾ അതിനൊരു മാസം ഇത്രയാണെന്നുള്ളൊരു രീതിയിൽ റെൻറ്റ് കാര്യങ്ങൾ ആര് കൊടുക്കണം, മെമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി ആകുന്ന സമയത്ത് ഇത് വെച്ചാൽ നമ്മുടെ സൊസൈറ്റീൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്.
അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ കളക്റ്റീവ് ഫാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട് നമ്മൾക്ക്. എന്താ ഈ താഴെ പറയുന്ന സൊസൈറ്റികളിൽ ഏതിലാണ് നമ്മുടെ സൊസൈറ്റീസിൻ്റെ ഹോൾ ലാൻഡിൻ്റെ ഓണർഷിപ്പ് സൊസൈറ്റിക്കുള്ള ഫാമിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരേണ്ടത് കളക്റ്റീവ് ഫാമിംഗ് ആണ്. അപ്പോൾ ഈ കൾട്ടിവേഷൻ നടത്തുന്നത് സൊസൈറ്റി എന്താ ചെയ്തിട്ടുണ്ടാവും, അവർ മെമ്പേഴ്സിന് എംപ്ലോയ്മെൻ്റ് ആക്കി, അതായത് എംപ്ലോയീസ് ആയിട്ടാണ് അതിനകത്ത് തീരുമാനിക്കുന്നത്. ഈ എംപ്ലോയീസിന് അവരെന്ത് ചെയ്യും, എത്രയാണോ അവർ വർക്ക് ചെയ്യുന്നത് വർക്കിൻ്റെ അനുസരിച്ചിട്ട് അവർക്കൊരു പ്രോഫിറ്റ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് കളക്റ്റീവ് ഫാമിനകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 80BB ഓഫ് KCS ആക്ട് 1969. അതായത് 80BB പ്രകാരം നമ്മുടെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേം ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ടേംസ്. അതായത് നമ്മുടെ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേംസ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അവർ താഴെ പറയുന്നത് അതായത് എത്ര കോൺസിക്യൂട്ടീവ് ടേംസിനകത്ത് എത്രയിൽ കൂടാൻ വേണ്ടി പാടില്ല, അതായത് 4 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ നോ റെസ്ട്രിക്ഷൻ ആണോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ്. അതിപ്പം അമെൻമെൻറ്റ് പ്രകാരമാണ് നമ്മുടെ ഈ ഇത് കൂട്ടിച്ചേർത്തൊരു കാര്യമാണ്. ഈ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ കൂടുതൽ ആര് വരാൻ വേണ്ടി പാടില്ല, സെയിം ഓഡിറ്റർ അല്ലെങ്കിൽ സെയിം ഓഡിറ്റ് ടീം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരിത് വന്നത് അമെൻമെൻറ്റ് പ്രകാരമാണ്. നെക്സ്റ്റ് ഇൻ ദ ഈവൻറ്റ് ഓഫ് change of name of society, the certificate to be issued by the registrar under subsection 2 of section dash of Kerala Cooperative Societies Act shall be in form dash of appendix 2 of കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റൂൾസ്. അതായത് നമ്മുടെ സൊസൈറ്റീസിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ്, സബ്സെക്ഷൻ 2 പ്രകാരമാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏത് ഫോമിനകത്താണ് അത് ഇഷ്യൂ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ 2 കാര്യം അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ സൊസൈറ്റീസിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്, 10 10ൽ 2 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പേര് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബൈലോ ഇത് ചെയ്തിട്ടാണ്, അമെൻമെൻറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോം നമ്പർ, അതായത് ആ സമയത്ത് നമ്മുടെ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഒരു ഫോം ഇഷ്യൂ ചെയ്യും. ആ ഫോം ഇഷ്യൂ ചെയ്യുന്നത് റൂള് 4B പ്രകാരമാണ് ആ ഫോം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു റൂളുണ്ട്. ആ റൂൾ എന്ന് പറയുന്നത് 4B ആണ്. അപ്പോൾ അതിനകത്ത് ഫോം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് എന്താണ്, ഫോംസ് ആണ്. ആ ഫോം എന്ന് പറയുന്നത് 3B പ്രകാരമാണ്. അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 പ്രകാരം പേര് ചേഞ്ച് ചെയ്യും. നമ്മുടെ രജിസ്ട്രാർ അത് ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3Bയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 56ാമത്തെ ക്വസ്റ്റ്യൻ. They shall conduct audit, inspection and verification of records in subsidiary institution of societies. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ്, റെക്കോർഡ്സ് വെരിഫിക്കേഷനൊക്കെ കണ്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, രജിസ്ട്രാറിനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അമെൻമെൻറ്റ് പ്രകാരമാണ് എന്താ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഈ സബ്സിഡറി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത്. അതായത് അമെൻമെൻറ്റ് പ്രകാരം എന്ന് വെച്ചാൽ റൂള് 13A എന്ന് പറയുന്നത് നമ്മുടെ സബ്സിഡറി സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു റൂളാണ്. റൂള് 13A എന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്തും പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ റൂള് 14A സെക്ഷൻ 14AA എന്നുള്ളതിനകത്തും എന്ത് പറയുന്നുണ്ട്, രജിസ്ട്രാറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ്, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഒക്കെ നടത്തുക എന്നുള്ളത് ഉത്തരവാദിത്തം രജിസ്ട്രാറിനുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടുവേർഡ്സ് ദ ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് പോയിൻ്റ് ഔട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദി ഡാഷ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് ഈ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം, ഒരു റിപ്പോർട്ട്, അതായത് ആ ഡിഫക്ട്സും ഇറഗുലാരിറ്റീസ് എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ള ആ ഒരു ഡിഫക്ട്സ്, ഇറഗുലാരിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അതിനെടുക്കാൻ പറ്റുന്ന ആക്ഷൻ എന്താണ് എന്നുള്ളതെല്ലാം ആർക്ക് അയച്ചിരിക്കണം എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്.
അതും 15 ദിവസത്തിനുള്ളിലാണ്. ഇപ്പം ജനറൽ ബോഡി മീറ്റിംഗ് കൂടിക്കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ അത് അയച്ചിട്ടുണ്ടായിരിക്കണം. അത് അയക്കേണ്ടത് നമ്മുടെ DCAക്കും അയക്കണം, അതേപോലെ രജിസ്ട്രാറിനും അയച്ചിരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ഇതിലാണ് പറയുന്നത്. 63 പ്രകാരമാണ് ഇതൊക്കെ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്ത ഒരിതാണ്. 63(9) പ്രകാരമാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. സോറി, 63(9) അല്ല, 64(9) ഞാനത് പറയുമ്പം മാറിപ്പോയതാണ്, സോറി. നെക്സ്റ്റ്, ദ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലെഡ്ജ്ഡ് ആസ് എ സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടുവേർഡ്സ് എ ലോൺ എമൗണ്ട് ബിലോ ₹10 lakh ഷാൽ ബി വാല്യൂഡ് ബൈ. അതായത് നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വാല്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറേ അമെൻമെൻറ്റ് കാര്യങ്ങൾ വന്ന സമയത്ത് റൂളും അതേപോലെ തന്നെ സെക്ഷൻസ് എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്, 10 ലക്ഷം വരെയുള്ള എമൗണ്ടിന് ചെയ്യേണ്ടത്, അതായത് ആരാണ് വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കൂട്ടിച്ചേർത്തിട്ടുള്ള, അതായത് അമെൻമെൻറ്റ് പ്രകാരം വന്ന സെക്ഷൻസാണ് 59A എന്നുള്ളതും അതേപോലെ റൂള് 56A. സെക്ഷൻ 59A റൂൾ 56A പ്രകാരം പ്രോപ്പർട്ടീൻ്റെ വാല്യുവേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം രൂപ വരെയുള്ളത് ആരാണ് വാല്യൂ ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആരാണ് വാല്യൂ ചെയ്യേണ്ടതൊക്കെ. ഇപ്പോൾ റൂള് 56A പറയുമ്പം 10 ലക്ഷം രൂപ വരെ ഉള്ളതിന് ബിലോ ₹10 lakh ആര് വാല്യൂ ചെയ്യും, നമ്മുടെ കമ്മിറ്റി ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസറാണ് ചെയ്യുന്നത്. ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. ഇനി നമ്മുടെ ഒരു 5 അംഗ കമ്മിറ്റി, അതായത് 5 മെമ്പേഴ്സുള്ളൊരു കമ്മിറ്റി ഉണ്ട്, അതായത് എ പാനൽ ഓഫ് 5 മെമ്പേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. അതായത് 5 അംഗ കമ്മിറ്റി എന്ന് പറയുന്നത്, ആ കമ്മിറ്റി ഏത് സമയത്താണ് വരുന്നത്, ആ കമ്മിറ്റി 10 ലക്ഷത്തിൽ കൂടുതൽ ലോൺ എമൗണ്ട് വരുന്ന സമയത്താണ് എന്ത് വരുന്നത്, ആ കമ്മിറ്റി ഇത് വാല്യൂ ചെയ്യാൻ പോകേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡാഷ് ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഫോർ അപ്പീൽ എഗെയിൻസ്റ്റ് ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ആർബിട്രേറ്റർ അണ്ടർ സെക്ഷൻ 70 ഓഫ് KCS ആക്ട് 1969. അതായത് സെക്ഷൻ 70 പ്രകാരം ആർബിട്രേറ്റ് പാസ് ചെയ്ത ഒരു ഓർഡർ ആരുടെ ഉള്ളിലേക്ക്, അതായത് ആർക്കാണ്, ഏത് അതോറിറ്റിക്കാണ് അപ്പീൽ പോകേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ സെക്ഷൻ 81 പ്രകാരം വരുന്നത്, അതായത് ട്രിബ്യൂണൽ. സെക്ഷൻ 82 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രിബ്യൂണലിലേക്ക് പോകേണ്ട കേസുകൾ നമുക്കറിയാം. ആർബിട്രേറ്ററായിട്ട് ബന്ധപ്പെട്ട, അതായത് സെക്ഷൻ 70 ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പോകുന്നത് നമ്മുടെ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രിബ്യൂണലിലേക്ക് വരുന്നതാണ് ആർബിട്രേറ്ററുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പീൽ ആരിലേക്കാണ് പോകേണ്ട അതോറിറ്റി എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദി ഡാഷ് ഷാൽ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെപ്റ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ 74F പ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ, അതായത് ഡെപ്സ് നോൺ അഗ്രികൾച്ചർ ഡെപ്സൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ആരുടെ ഇതാണ്, നമുക്ക് ആരുടെ പെർമിഷനാണ് വേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. അത് നമ്മൾ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ആണ് അതിനകത്ത് വരുന്നത്. 74F പ്രകാരമുള്ള ക്വസ്റ്റ്യനാണ് ഇത്. നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദി രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൽ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചർ ഡെപ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് അവരുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചർ ഡെപ്സ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് 74F പ്രകാരം അത് രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്റിനാണ്. അല്ലാതെ വേറൊരു അതോറിറ്റിയോ ഒരു കമ്മീഷനോ ഒന്നും ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ 1077/26 15 ക്വസ്റ്റ്യൻസാണ് ഇപ്പം നോക്കിയിരിക്കുന്നത്. ഞാൻ 30 നോക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയത് കാരണമാണ് 15 ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ബാക്കി 15 ക്വസ്റ്റ്യൻ, അതായത് 1078/26 ക്വസ്റ്റ്യനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.